ഇവിടെ കലാപമാണെന്നുള്ള ഒരൊറ്റ വീഡിയോ കൊണ്ട് കേരളം മൊത്തം കലാപം സൃഷ്ടിച്ച ഒരു കുട്ടിയാണ്. എനിക്കറിയാം മഴ. ഞാൻ ഇത്ര വിചാരിച്ചിട്ടുള്ളൂ, ഇനി ഒരാൾ വരുമ്പോ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഞാൻ ഒരു വീഡിയോ പോലും പറഞ്ഞിട്ടില്ല, എന്താണ് എടുത്തു പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് വരരുത്, ഞാൻ പറയാറില്ല. UK അടിപൊളിയാണ്, പക്ഷെ അത് ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവൂല. കുട്ടികളെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകാൻ സഹായിക്കുന്ന കുറെ ഏജൻസീസ് ഉണ്ട്. അവർക്കൊക്കെ എന്തായാലും മേരിനോട് ഒരു ശകലം ദേഷ്യമൊക്കെ തോന്നായി. ഇന്നെ വിളിക്കണേന് കൊളാബ് ചെയ്യാന്ന്. ആര്? ഏജൻസിക്കാരോ? എന്നോട് പറയാം കൊളാബ് ചെയ്യാം, നമ്മൾ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും. ഞാൻ ഒരു ഏജൻസിയും കൊള്ളൂലെന്നും പറയില്ല, നല്ലാണെന്നും പറയില്ല. ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല. എനിക്ക് വേണമെങ്കിൽ എനിക്ക് പിള്ളേരെ കൊണ്ടുപോകാൻ അറിയാം, ഞാൻ പറഞ്ഞ പിള്ളേര് വരും. പക്ഷെ എനിക്ക് വയ്യ, എനിക്കിങ്ങനെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തി പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ നമ്മള്. ഇപ്പൊ UK നിൽക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു, വരണ്ടായിരുന്നു എന്നൊക്കെ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങൾ നിന്നെ പോലെ തിരിച്ചു വന്നാണ്, നീ എങ്കിലും ഇത് പറയാൻ കാണിച്ചല്ലോ ആ മനസ്സ്, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റണില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും. സത്യം പറഞ്ഞാൽ ഇപ്പം എന്നെ കുറിച്ച് ആൾക്കാരെന്ത് വിചാരിക്കും ഒരിക്കലും പാടില്ല. എന്നെ കുറിച്ച് ആൾക്കാർ എന്തൊക്കെ വിചാരിക്കേണ്ടത് ഞാൻ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പോൾ നിർമ്മാണ സമയത്ത് നൽകുക. ബാക്കി പകുതി 50 മാസത്തവണകളായി അടച്ചു തീർത്താൽ മതി, അതും പലിശയൊന്നും ഇല്ലാതെ. ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ആക്ച്വലി കുറച്ച് ഗ്യാപ്പിന് ശേഷം വന്നിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഫ്ലോ കിട്ടുന്നുണ്ടാവില്ല. എന്നാലും ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കലാപമാണെന്നുള്ള ഒരൊറ്റ വീഡിയോ കൊണ്ട് കേരളം മൊത്തം കലാപം സൃഷ്ടിച്ച ഒരു കുട്ടിയാണ്. എനിക്ക് തോന്നുന്നത് UK കലാപം കേരളത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ന്യൂസ് ചാനൽസിലൊക്കെ ആ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കോൺട്രവേഴ്സികൾ കൊണ്ട് ആൾക്ക് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ലെന്നാണ് പരാതി. സോ നമുക്ക് വെൽക്കം ചെയ്യാം മേരി ഷിൽ സോസ. എന്താ പേര്? സാഗർ ഏലിയാസ് ജാക്കി എന്നൊക്കെ പറയുന്നത് ആരെ പേരിട്ടെ? മമ്മിയും ഡാഡിയും കൂടി. നല്ല പേരാ. മേരി കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മാമ്മയുടെ പേരാണ്, മമ്മിയുടെ മദറിന്റെ പേരാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഗേൾ ചൈൽഡ് ആണ് അവിടുത്തെ, അതുകൊണ്ട് ആ മേരി എന്നുള്ള പേരും. പിന്നെ ഷിൽ എൻ്റെ മമ്മിയുടെ ഒരു ഫ്രണ്ടിന്റെ പേരാണ്. ഡാഡിക്ക് ആ പേരിനോട് ഒരു കൗതുകം ഇഷ്ടപ്പെടുന്നപ്പ രണ്ടും കൂടി ചേർത്ത് അങ്ങനെ പേരിട്ട. പിന്നെ സോസ എൻ്റെ സർനെയിമാണ്, ആംഗ്ലോ ഇന്ത്യൻ ആണ്. ഓക്കെ. ഇപ്പോ നാട്ടിലാണ്. എത്ര നാളെ ഇപ്പൊ നാട്ടിലേക്ക് വന്നിട്ട്? 2 മാസമായി. 2 മാസമായി. എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഞാനും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കലാപമാണ് ഗൈസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുന്നത്. അന്ന് ആ ഒരു വീഡിയോ അന്ന് ഇടുമ്പോൾ വിചാരിച്ചിരുന്നോ ഇത് ഇത്ര വൈറലാകും? ഇല്ല, ഞാൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ട വീഡിയോ അല്ലത്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ കുറെ ആൾക്കാർ എന്നോട് വീഡിയോ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞപ്പോ എന്റെ കൂടെ ഉള്ള ഒരു പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം നടക്കണ്ട് മോളെ, അപ്പൊ നീ വേണമെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞിട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു തമാശ രീതിക്ക് അത് ഇട്ടതാ, അല്ലാതെ ഞാനത് സീരിയസ് ആയിട്ട് ഒരു ഇതാക്കി എടുത്തതൊന്നുമല്ല. അത് ഞാനന്ന് എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ പോയി, ഞാൻ എൻ്റെ ഫോൺ സൈലൻ്റ് ആക്കി മാറ്റി വെച്ച് ഞാൻ വർക്കൊക്കെ ചെയ്ത് ഉച്ചയായി ബ്രേക്ക് ആയപ്പോഴേക്കും നിറച്ച് കോൾ എൻ്റെ ഫോണിൽ. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കണ്. ഞാൻ ചോദിച്ചു എന്താ പറ്റി? ചേട്ടൻ എന്നോട് പറഞ്ഞു, എടി ഇത് കയറി പോണേണ്, ആകെ പ്രശ്നമാണ്. അവൻ ഞാൻ ആടാ ചേട്ടാ പറഞ്ഞു, അങ്ങനത്തെ സീനൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ടൊന്ന് വൈറലായിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വ്യൂ കയറുന്നു, ഇത് കയറുന്നു, കുറെ മെസ്സേജ് കയറുന്നു, എന്താ പറ്റിയ ചോദിച്ചു. ലൈക്ക് സത്യത്തിൽ അത് എൻ്റെ ഭാഗത്തായിരുന്നില്ല ആ പ്രശ്നങ്ങൾ നടന്നിരുന്നത്. ഞാൻ സാധാരണ പോലത്തെ സ്ഥലത്ത് താമസിക്കണായിരുന്നു. വേറെ ഭാഗത്തുള്ള പ്രശ്നം ഞാൻ വെറുതെ തമാശ രീതിക്കൊന്ന് ഇട്ടു, അത്രേ ഉള്ളൂ. ഞാൻ അന്നും വിചാരിച്ചില്ല അത് ഇങ്ങനെയാണ് വരാൻ പോണത്, ഇങ്ങനെ അത് എത്തിപ്പെടും എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ നാട്ടില് അത്യാവശ്യം ചെറിയ ബിസിനസ് പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി എനിക്കുണ്ടായിരുന്നു. പോണേക്ക് മുമ്പേ ഗിഫ്റ്റിംഗ് പരിപാടി, ഞാൻ മാജിക് മൂമെന്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റിംഗ് ഒരു ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് എനിക്കിങ്ങനെ UK പോകണം എന്നൊരു സ്വപ്നം മനസ്സിൽ വന്നത്. അതെവിടെന്നാ വന്നേ സ്വപ്നം? അത് എവിടെന്നാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് എനിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തു പോയി പഠിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കൊരാഗ്രഹം ലൈക്ക് മാറി നിന്ന് പഠിക്കണം. അപ്പൊ ഡിഗ്രിക്കാണെങ്കിൽ ഞാൻ എറണാകുളത്ത് തന്നെയായിരുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് പോയി വരാൻ 1/2 മണിക്കൂർ ഉള്ളൂ. അപ്പൊ വീട്ടിൽ പോകണം എന്തായാലും. അപ്പൊ എനിക്കൊന്ന് എവിടെങ്കിലും പോയി കാണണം എന്നുള്ള ഒരു ഇതില്. പിന്നെ കൊറോണ വന്നു.
പഠിച്ചു കഴിഞ്ഞപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ കൊറോണ വന്നപ്പോൾ എനിക്ക് ഡൽഹിയിൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയതാണ്. പക്ഷെ അവർ പറഞ്ഞു വരണ്ടെന്ന്, ഓൺലൈൻ പഠിച്ചാൽ മതിയെന്ന്. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഓൺലൈൻ പഠിക്കണ്ട, എനിക്ക് എവിടെയെങ്കിലും പോകണം. അപ്പോൾ വീട്ടിൽ കുറച്ചും കൂടി താല്പര്യം ചേട്ടൻ പോകാനായിരുന്നു. പക്ഷെ എൻ്റെ ചേട്ടന് ആ താല്പര്യമില്ല. എൻ്റെ ചേട്ടൻ ഇവിടെ നിൽക്കണം, ഇവിടെ ബിസിനസ് ചെയ്യണം എന്നുള്ള മൈൻഡിലായിരുന്നു. ചേട്ടൻ പറഞ്ഞു അവളെ വിട്ടോ, അവളുടെ ആഗ്രഹമല്ലേ, പോയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോകാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് കാനഡയാണ് നോക്കിയത്. പക്ഷെ അവിടെ കുറച്ച് പൈസ കൂടുതലായതുകൊണ്ട് ഞാൻ അവിടെ വേണ്ടെന്ന് വെച്ച് UK നോക്കി. പിന്നെ അവിടെ ഡിപ്ലോമ കോഴ്സസാണ് കൂടുതൽ, നമുക്ക് ഡിപ്ലോമ കോഴ്സ് വേണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നാൽ UK പോവാം, മാസ്റ്റേഴ്സ് എടുക്കാൻ വിചാരിച്ച് അങ്ങനെ പോയതാണ്. എന്താ പഠിച്ചത്? അപ്പം ഞാനവിടെ ഇന്റർനാഷണൽ ബിസിനസ്സാണ് പഠിച്ചത്. ലൈക്ക് ഞാൻ BBA ആണ് കഴിഞ്ഞത്, ഞാൻ ബിസിനസ്സാണ് കഴിഞ്ഞത്. അപ്പം ഞാൻ ഇന്റർനാഷണൽ ബിസിനസ് എടുത്തു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ അറിയുന്നത് ഈ IBM എന്നുള്ള കോഴ്സ് എല്ലാവരും എടുക്കണ ഒരു കോഴ്സായിരുന്നു എന്ന്. ലൈക്ക് എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ ബിസിനസ് പഠിച്ചപ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ MBA അല്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് വരുന്ന ഏതെങ്കിലും കോഴ്സാണ് കിട്ടുക. അങ്ങനെ നോക്കിയപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു ഓക്കെ പൊളി, അങ്ങനെ എടുത്തതാ. അല്ലാതെ എന്താണ് കുറെ ആൾക്കാർ പറയും എന്തൊക്കെയായാലും അവള് IBM അല്ലേ പഠിച്ചത്, വിലയില്ലാത്ത ഒരു ഇതായിട്ടാ പറയണം. ഞാൻ പറഞ്ഞു ഞാൻ ബിസിനസ് പഠിച്ച കൊണ്ടാണ്, ലൈക്ക് ഞാൻ BCom പഠിച്ചെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്തേനെ. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ബിസിനസ് എടുത്ത ബിസിനസ് തന്നെ എടുത്താൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ എടുത്തതാ. അവിടെ വിട്ടു ചെറുതായിട്ട് എവിടെ പരിപാടി അവതരിപ്പിച്ചാല്. അപ്പൊ ഞാൻ ഇവിടുത്തെ ബിസിനസ് ഒക്കെ മാറ്റി അവിടെ ചെല്ലാമുള്ള മൈൻഡായി. അങ്ങനെയാണ് അത് നിർത്തിപ്പോയത്. പക്ഷെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. അത് മാജിക് മൊമെന്റ്സ് എന്നുള്ള പേരിലല്ല, ഹെയ്സോസ എന്നൊരു പേരിൽ ഞാൻ എൻ്റെ സ്വന്തം പേജ് സ്റ്റാർട്ട് ചെയ്തു. ലൈക്ക് അതും അവിടെയും ക്ലിക്കായി വന്നു. പക്ഷെ ഞാൻ ഇത്തിരി ലേറ്റ് ആയിപ്പോയി. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പൊതുവേ UK അല്ലെങ്കിൽ കാനഡ അതുപോലുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഇവിടെ ഉള്ള നിലവിൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് ഓഫ് ലൈഫ് സെറ്റായി, ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, ഇനി ഫുൾ സായിപ്പായിട്ട് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ലാങ് മാറും, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറും, അങ്ങനെ ഫുൾ വേറെ ലെവലാകും എന്നാണ് ഇത്ര നാൾ വിചാരിച്ചിരുന്നത്. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് മേരി കുറേ നഗ്ന സത്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ അയ്യോ ശരിക്കും അങ്ങനെയാണോ അവിടുത്തെ അവസ്ഥ? ആ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഇപ്പം എനിക്കറിയാവുന്ന കുറച്ച് ആളുകൾ ഇതേപോലെ പുറത്ത് വർക്ക് ചെയ്യാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ശരിക്കും നിങ്ങൾ ഇത്രയും വലിയ പാത്രങ്ങളൊക്കെ കഴുകേണ്ടി, ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടു, വലിയ ചരുവൊക്കെ കഴുകേണ്ടി വരും. അപ്പോൾ അവർ പറഞ്ഞു ആക്ച്വലി അതാണ് സത്യാവസ്ഥ, പക്ഷേ ഞങ്ങളതൊന്നും പറയാറില്ല, ഞങ്ങൾ ആ ഒരു പോർഷൻ ലൈഫ് കാണിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഈ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ, കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത വേറെ തന്നെ ഒരു യൂണിവേഴ്സാണ്. അവിടേക്ക് ഇത്ര ധൈര്യത്തോടു കൂടി ഒറ്റയ്ക്ക് ഒരൊറ്റയാൾ പോരാട്ടമായിട്ട് ഇറങ്ങി വന്നപ്പോൾ വരാനുണ്ടായ ആ ഒരു ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? കാരണം ഇത്രയും കാര്യങ്ങൾ പറയാന്ന് പറയുമ്പോൾ കുറേ ശത്രുക്കൾ വരും, കുറേ ഏജൻസീസ് എനിമീസായിട്ട് വരും, അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് നിൽക്കുന്ന ചില ആളുകൾക്ക് ശത്രുത തോന്നാം. പിന്നെ കുറെ പേരൻസ് ഇത് പേടിച്ചിട്ട് വിടാത്തത് കൊണ്ട് ആ കുട്ടികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യം തോന്നാം. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായിട്ട് പോലും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് സധൈര്യം പറയാനുണ്ടായിരുന്ന ആ ഒരു എന്താണ് അതിൻ്റെ ഒരു ഞാൻ പോയപ്പോ ഞാൻ പോണേക്ക് മുമ്പ് ഞാൻ സത്യത്തിൽ കുറെ പേരോട് ചോദിച്ചു. ഇപ്പൊ എന്നോട് കുറെ ആൾക്കാരൊന്നും പറയണ്ട ഞങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ, ഞങ്ങളോട് ചോദിച്ചെങ്കിൽ പറഞ്ഞത് എനിക്ക് ഇവരൊന്നും അറിയണവരോടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? എന്തോരം പേരോട് ചോദിക്കും. ലൈക്ക് പിന്നെ ഇങ്ങനെ വീഡിയോ ഇടുന്ന ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാൻ ആരോടാ ചോദിക്കുക? നമ്മളൊരു വീഡിയോ കാണണം, നമ്മ അവർക്ക് മെസ്സേജ് അയക്കും, ചേച്ചി എന്താണ് പ്രശ്നമുണ്ടോ ചോദിക്കും. ഇത് അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. നമ്മള് പിന്നെ എന്നുവെച്ചാൽ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ കുറെ ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമാണ്, പണിയെടുത്താൽ മതി, നമുക്ക് ജീവിക്കാറ്. അപ്പൊ ഞാനും വിചാരിച്ചു ഒന്ന് മാറി നിൽക്കുകയും ചെയ്യാം, വർക്കല്ലേ. ലൈക്ക് എല്ലാവരും പറഞ്ഞ പോലെ കഷ്ടപ്പാടുണ്ട് എല്ലായിടത്തും, അത് ഇവിടെയാണെങ്കിൽ അവിടെയാണെങ്കിൽ ഞാനത് ഓക്കെ ശരിയാണ്. അതങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു എവിടെ ചെന്നാലും കഷ്ടപ്പാടുണ്ടാവുന്നു. ഓക്കെ കഷ്ടപ്പാടുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. ഞാൻ വിചാരിച്ചു ഞാൻ പോയിക്കൊണ്ടിരിക്കണ ഇത് ആൾക്കാരറിയണം. ലൈക്ക് ഞാൻ എൻ്റെ വീട്ടിൽ ചോദിച്ച് എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞത് നീ കണ്ടനൊക്കെ ഇട്ട് തുടങ്ങി, വെറുതെ ഇരിക്കണല്ലേ, എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് ഇനി പണ്ടോട്ട് ചേട്ടൻ പറഞ്ഞതാ, പക്ഷെ ഞാൻ ചെയ്യാറില്ല. ചേട്ടൻ എന്നോട് ഇങ്ങനെ കുറേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ചെയ്യാം, എന്തെങ്കിലും ആവട്ടെ എന്നുള്ള ഇതിൽ പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു നീ പറഞ്ഞോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് എനിക്കുള്ള കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പുറത്ത്, അല്ലാതെ ഒരു നുണ പറഞ്ഞിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ച് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് പറയാനുള്ള ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ഇതിൽ പറയാലോ. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ തുടങ്ങിയപ്പോൾ അത് കുറേ ആൾക്കാർ നെഗറ്റീവായിട്ട് പഠിക്കാൻ തുടങ്ങി. അത്
സീരിയസ്ലി അത് എൻ്റെ പ്രശ്നമല്ല. ഞാൻ ഇത്ര വിചാരിച്ചിട്ടുള്ളൂ, ഇനി ഒരാൾ വരുമ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഞാൻ ഒരു വീഡിയോ പോലും പറഞ്ഞിട്ടില്ല, എന്താണ് എടുത്തു നോക്കുക പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് വരരുത് ഞാൻ പറയാറില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വന്നോ, പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട് വന്നോ, ഒരു പ്രശ്നവുമില്ല. എന്താണ് ഇവിടെ പ്രതീക്ഷ വെച്ച് വന്നിട്ട് കിട്ടാണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവണ ഒരു വിഷമം, അതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അല്ലാതെ അവര് വന്നാൽ അവർ രക്ഷപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. രക്ഷപ്പെടും, പെടാണ്ടിരിക്കൊന്നുമില്ല, എന്തെങ്കിലും ഒരു പോയിന്റിൽ രക്ഷപ്പെടും. അങ്ങനെ പെടാത്ത ആൾക്കാരും ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചു. അതിലൊരാളാണ് ഞാൻ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കുറച്ച് കഷ്ടപ്പാടിലൂടെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. 10 പേര് അറിയണമെങ്കിൽ അറിഞ്ഞോട്ടെ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവർക്കൊരു ഹെൽപ്ഫുള്ളാണ്. എന്തെങ്കിലുമൊക്കെ ഇപ്പം വേറെ ആൾക്കാർ ഇങ്ങനത്തെ റിജക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് കുറേ മെസ്സേജ് കയറുന്നുണ്ട്, ചേച്ചി ഞങ്ങൾക്കും ആ ലോയറിനൊന്ന് പരിചയപ്പെടുത്തൊരു ആ സോളിസിറ്ററിന് ഞങ്ങൾക്ക് നമ്പർ തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ കൊടുക്കും. ഞാൻ പറഞ്ഞ് ലൈക്ക് ഞാൻ താങ്ങുന്നും പറഞ്ഞ് ചെന്നിട്ട് കാര്യമില്ല, എന്നാ പുള്ളിക്ക് അങ്ങനെ അറിയാമെന്നും പാടില്ല, നമ്മളും പൈസ കൊടുത്ത് തന്നെ ഇത് ചെയ്ത ഒരു പുള്ളിയാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ തമിഴ് പറയണ പുള്ളി. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ചെന്ന് പുള്ളിയോട് സംസാരിച്ചു. ഞാൻ നമ്പറൊക്കെ തന്നെ എനിക്ക് പ്രശ്നമില്ല, ഞാൻ എല്ലാവർക്കും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, എന്നെ കൊണ്ട് ആവണ കാര്യം ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ അത്രയും ചെയ്യാറുള്ളൂ. അല്ലാതെ എനിക്ക് ഇതൊരു വലിയ പ്രശ്നമാക്കാണ്. പിന്നെ എല്ലാ പാരൻസും അറിഞ്ഞിരിക്കണം, അവരുടെ പിള്ളേർ ഇങ്ങനത്തെ ഒരു ഇതിലോട്ടാണ് പോണത്. കൂടുതൽ പ്രഷർ കൊടുക്കരുത് പിള്ളേർക്ക്, ഞാൻ അത്ര പറഞ്ഞുള്ളൂ. ഒരുപാട് പ്രഷർ ഒരു കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല, അത് അവിടെ ഉള്ള പിള്ളേർക്ക് അറിയാം. പിന്നെ അവർ പുറത്തു അറിയില്ല. ഇപ്പം പറഞ്ഞ പോലെ ആരും പുറത്തു അറിയില്ല. ഞാൻ പാത്രം കരുകണേണ്, ഞാൻ പുറത്തറിയില്ല. ഞാനവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയാലും കാണാം കുറേ ഫോട്ടോസ്. ഞാൻ അവിടെ നിൽക്കണ ഫോട്ടോ, ഞാൻ ഇവിടെ നിൽക്കണ ഫോട്ടോ, ഞാൻ എൻജോയ് ചെയ്യുന്ന ഫോട്ടോ, ഹാപ്പിയാണ്. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ വിഷമങ്ങളും ഉണ്ട്. അതിപ്പോൾ എല്ലാവരോടും പറഞ്ഞു നടക്കാൻ പറ്റില്ല. എനിക്ക് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. ലൈക്ക് ഇപ്പം എൻ്റെ പാരൻസ് എന്നെ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യാറില്ല ഒന്നിനും. പ്രഷർ ചെയ്ത് ഇപ്പം ഞാൻ ലോൺ എടുത്താൽ പോയത് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ലോൺ എടുക്കാൻ പൈസ കിട്ടും, ഇന്ന് ലോൺ അടയ്ക്കാൻ പൈസ കിട്ടും, ഇത് എന്നോട് ചോദിക്കാറില്ല. ഇതുവരെ ചോദിച്ചിട്ടില്ല അവർ. അത് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, ഞങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ഞങ്ങൾക്ക് പൈസ ഉണ്ടായിട്ടല്ല അവർ ചോദിക്കാണ്ടിരിക്കുന്നത്. അവർക്കറിയാം ഞാൻ കഷ്ടപ്പാടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും വിളിച്ചും പറയാറില്ല. പാരൻസിനെ നമുക്ക് എന്തോരം വിഷമിപ്പിക്കാൻ പറ്റുക, ഞാൻ അങ്ങനെ പറയാറൊന്നുമില്ല. പക്ഷെ അവര് എന്താണ് മനസ്സിലാക്കും, ഓക്കെ ഞങ്ങൾക്കറിയാം അവിടെ അതൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ, അത് നീ ആവുമ്പോൾ തന്നാൽ മതി, കുഴപ്പമില്ല, ഞങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നുള്ള. പക്ഷേ ഞാൻ അതുപോലെ തന്നെ വേറെ പാരൻസിനെ കണ്ടുണ്ട്, ഫോൺ വിളിച്ചിട്ട് എന്തായി ജോലി കിട്ടിയാ, എപ്പോൾ പൈസ ഇടും, എപ്പോൾ പൈസ വയ്ക്കും, ലോൺ എടുക്കണ്ടേ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. പിള്ളേരാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ അടുത്ത് ചേച്ചി ജോലി ആവാണ്ട് എന്ത് ചെയ്യും, എന്ത് പറയും വീട്ടുകാരോട്. എന്നിട്ട് അതിന് വീട്ടിലോട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കടം വാങ്ങിച്ച് വീട്ടിലോട്ട് കൊടുക്കും. ഇപ്പം എന്തായി, ഇരട്ടിക്കടമായില്ല. അതെ, ഓക്കെ. നമ്മളിപ്പോൾ പൊതുവേ UK പോകുമ്പോഴേക്കും നമുക്ക് കുറേ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, റൂം, ക്ലൈമറ്റ്, ഡ്രസ്സ്, ഫുഡ്, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ജോലി. പിന്നെ കുറേ കേട്ടൊരു കാര്യമാണ് പെർ അവറിന് ഇത്ര പേയ്മെൻറ്റ് കിട്ടും, മണിക്കൂറുകൾ കഷ്ടപ്പെട്ടാൽ മതി, അപ്പോൾ ഒരു 5 മണിക്കൂർ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത്രയും പൈസ ഒരു ദിവസം ഉണ്ടാക്കാം, നാട്ടിൽ ഇത്ര എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ സെറ്റാണ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ അങ്ങ് പോകും. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ മറ്റേ പാട്ട് എൻ്റെ ജീവിതം ആ ഒരവസ്ഥയായി പോകും. അപ്പോൾ എന്തൊക്കെയായിരുന്നു മേരിയുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി? അല്ലെ, ഞാൻ സീരിയസ്ലി വിചാരിച്ചത് അവിടെ ചെന്നാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, ഈ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പോയത്. ലൈക്ക് എനിക്ക് എന്നോട് ഞാൻ പറഞ്ഞില്ല, എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല ഒന്നും. ഞാൻ വിളിച്ച് ലൈക്ക് അവിടെ വേറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ലൈക്ക് എനിക്ക് കാര്യം ഉണ്ടായിരുന്നില്ല അവരെ കൊണ്ട്. അവർ പറഞ്ഞതല്ല ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചത് ലോണല്ലേ, എന്നെ കൊണ്ട് പറ്റും, ഞാൻ വർക്ക് ചെയ്യും, ഞാൻ അത്ര കഷ്ടപ്പെട്ടാണെങ്കിലും വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഞാൻ പോയത്. ലൈക്ക് ആ സമയത്ത് ഈ പറഞ്ഞ കെയറോം എന്നുള്ള, ഇപ്പം അതൊരു വിവാദമായി പറയുന്നതാണ് ഞാൻ പറഞ്ഞ കെയറോം എന്നുള്ള സംഭവത്തിനെ പറ്റി എന്നോട് ആരും പറഞ്ഞൊന്നുണ്ടായിരുന്നില്ല. ഇപ്പം എന്നോട് കുറേ ആൾക്കാർ പറയുന്നത് ചോദിച്ചില്ല, ഞങ്ങളോട് ചോദിച്ചില്ല പറയുന്നത്. അവരോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. ഓക്കെ, പിന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ അവിടെ ചെന്നിട്ട് കെയർ റൂമിൽ വർക്ക് ചെയ്യും എന്ന് വിചാരിച്ചല്ല ഞാൻ പോയത്, നല്ലൊരു ജോലി കിട്ടും എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ വിചാരിക്കണ പോലെ കാര്യം നടക്കൂല. അവിടെ എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ അതിന്റെ പുറകെ പോവാതെ നമ്മൾ വിചാരിക്കണ പോലെ എപ്പോഴും കാര്യം നടന്നാൽ ശരിയാവോ, ഇല്ല, അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞ് എന്താണ്
വർക്കൊന്നും അന്വേഷിച്ചിട്ട് കിട്ടണില്ല. ഞാൻ ലെസ്റ്ററിന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് ചെന്നത്. അവിടെ എൻ്റെ യൂണിവേഴ്സിറ്റി ഡിമോൺഫോർട്ട് യൂണിവേഴ്സിറ്റി. അപ്പം ഞാൻ അവിടെ ചെന്ന് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഒരു ബാങ്ക് അക്കൗണ്ട് കിട്ടാൻ വരെ ഞാൻ കുറെ കഷ്ടപ്പെട്ടു. ലൈക്ക് കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെ കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു. ബാങ്ക് അക്കൗണ്ട് കിട്ടാണ്ട് BRP കാർഡൊന്നും ഇല്ലാണ്ട് നമുക്ക് ജോലി കിട്ടൂല. അപ്പൊ BRP കാർഡ് വരാനും കുറച്ച് ടൈം എടുത്തു എനിക്ക്. അപ്പൊ ആ ടൈമിലൊക്കെ വീട്ടിൽ നിന്നാണ് പൈസ അയക്കുന്നത്. ചെന്നില്ല, അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് പൈസ തുടങ്ങി അയക്കൽ തുടങ്ങി. റെന്റ് അടയ്ക്കാൻ പൈസ ഉണ്ടേ. നമ്മള് വീട്ടിൽ നിൽക്കണ വെറുതെ അല്ല, റെന്റ് ചെലവുണ്ടല്ലോ, ഫുഡ് കഴിക്കണ്ടേ, റെന്റ് അടയ്ക്കണം. പിന്നെ അവിടെ വരുമ്പോ എന്താണ് സ്പ്ലിറ്റ് വൈസ് ആണ്, എല്ലാരും സ്പ്ലിറ്റ് ചെയ്യണം ഒരേപോലെ. അല്ലാതെ എന്താണ് ഞാൻ നിന്നെ ഒരു ദിവസത്തേക്ക് സഹായിക്കാം എന്ന് പറഞ്ഞാലും വരാനൊന്നും പോണില്ല. അങ്ങനെ വരണവര് വളരെ റെയറായിട്ട് വരണം. അങ്ങനെ എന്റെ ലൈഫിൽ സഹായിച്ചിട്ടുണ്ട്, ഞാനൊന്നും പറയണില്ല. പക്ഷെ റെയറായിട്ട് വരണം അങ്ങനത്തെ ആൾക്കാർ. ഞാൻ ചെന്നപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ചെന്ന് വർക്ക് അന്വേഷിച്ചിട്ട് വർക്ക് കിട്ടണില്ല. എന്തെങ്കിലും വർക്കിന് പോകണം. അങ്ങനെ ഞാൻ ഫസ്റ്റ് വർക്കിന് ഒരു റെസ്റ്റോറൻറ്റിൽ പോയെന്ന് പറഞ്ഞു. അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വർക്ക് റെഡി ആവാണ്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം അവിടുത്തെ വർക്ക് റെഡി ആവാണ്ട് വേറെ സ്ഥലത്ത് പോയി. കുറേ സ്ഥലത്ത് പോയിട്ട് നമ്മൾ വിചാരിക്കണ പോലത്തെ വർക്ക് ആവണമില്ല നമുക്ക് കിട്ടണ്ട. അവസാനം എന്താണ് എന്നോട് ഒരു ചേട്ടനാണ് പറഞ്ഞത്, കെയറോം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഞങ്ങളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് വന്നാണ്, നിന്നെയും കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. ശരിയാണ്, പെർ അവർ പൈസ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ കൂടി ബാഗും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഈസ്റ്റ് ബോൺ എന്ന് പറഞ്ഞ വേറെ സ്ഥലത്തോട്ട് പോയി. എന്നിട്ട് അവിടെ ഒരു കുടിസ് മുറിയിലാണ് താമസിച്ചത്. എന്നിട്ട് വർക്ക് തുടങ്ങി. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് എന്താ കയറുമെന്ന്. സത്യത്തിൽ എനിക്കൊരു പേടി സ്വപ്നം പോലെ എന്താ ഞാൻ എന്താന്ന് എനിക്കറിയില്ല. കയറും എന്താന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ആ ചേട്ടന്മാരാണ് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത് കയറും എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, നമ്മളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന നല്ല പൈസ കിട്ടും, അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ, നല്ല പൈസ കിട്ടും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ഓക്കെ. ആ ഒരു സമയത്ത് നമുക്ക് പൈസ നമുക്ക് അത്യാവശ്യമാണ്, റെന്റ് കൊടുക്കണ്ടേ, അല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വീട്ടുകാരെന്തോരം വെച്ച് നമ്മ ചോദിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ ഓക്കെ ശരി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മങ്ങനെ ചെന്ന് അവിടെ വർക്ക് തുടങ്ങി. വർക്ക് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഒന്ന് എന്തൊരു ലൈക്ക് ഞാനൊരു പോസിറ്റീവ് മൈൻഡിലാണ് എടുത്തത്. എന്നെ ഈ വയസ്സായവരെ നോക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് എടുത്തത്. പിന്നെ പിന്നെ അത് നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഇത് ജോലി മീൻസ് നമുക്കൊരു ഇതായി വരണാണ് ഇവരുടെ നമ്മളോടുള്ളൊരു നമുക്കത് പറ്റാണ്ടായി തുടങ്ങി. അല്ലാതെ വേറൊന്നുമല്ല. ഇത് നല്ലൊരു ജോലിയാന്ന് വെച്ചാൽ ചിലവർക്ക് നല്ല ജോലി ആയിരിക്കും, ചിലവർക്ക് അത് പറ്റാണ്ടാവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചിലവർക്ക് അത് സർവീസായിട്ട് ചെയ്തു കൊടുക്കാൻ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ടാവും. ഞാൻ കുറെ നാളായി ചെയ്ത് കൊടുത്തൊരു പോയിന്റ് എനിക്ക് പറ്റാണ്ടായി. ഒരു അതിരില്ല എല്ലാത്തിനും. പിന്നെ എൻ്റെ മൈൻഡിൽ തന്നെ വന്നു തുടങ്ങി, ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നായി തുടങ്ങി. ഈ ഒരു വർക്ക് ചെയ്തിട്ട് എനിക്കൊരു ഭാവി ഇല്ലാത്ത പോലെ ആവണം. അപ്പൊ ഞാനെന്നാ വേണ്ട എന്നുള്ള മൈൻഡിൽ നിർത്തിയതാ. അല്ലാതെ ഞാൻ അപ്പൊ നമ്മൾ വിചാരിച്ച പോലത്തെ ലൈഫ് അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഈ ഒരു ലൈഫിൽ നിന്ന് മാറണം, ഞാൻ ഉദ്ദേശിച്ച ലൈഫിലേക്ക് എത്തണം എന്നപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അത് എപ്പോഴും ഇത് ചെയ്യുന്നത്. പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവർ പ്രഷറൈസ് ചെയ്യണില്ലെങ്കിൽ നമ്മുടെ മൈൻഡിലുണ്ട് നമ്മൾ അടുത്താ വന്നത് നമ്മൾ അടയ്ക്കണം. ആ ഒരു മൈൻഡ് സെറ്റ് മാത്രം കൊണ്ട് വർക്ക് ചെയ്ത് തരുന്ന ഒരാളാണ് ഞാൻ. കൂടെയുള്ള പിള്ളേരോട് പറയണ്ട എനിക്ക് ഒരിക്കലും താല്പര്യമില്ല ഇതിൽ വർക്ക് ചെയ്യാൻ. പക്ഷെ എൻ്റെ അവസ്ഥ ലൈക്ക് നമ്മൾ അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് വന്നാണ്. അപ്പം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ചെയ്യുന്നതല്ല, അത് എനിക്ക് ഇതിൽ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ എപ്പോഴും സംസാരിക്കുമ്പോഴേക്കും ഞാനിന്ന് പറയും വേറൊരു നല്ല ജോലി കിട്ടണമെങ്കിൽ ഞാൻ മാറും എന്തായാലും എന്ന് പറഞ്ഞൊക്കെ തന്നെ ഞാൻ ഇരിക്കാറ്. അല്ലാണ്ട് ഞാനിത് പണിയെടുത്ത് എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ തന്നെയുണ്ട്, നീ എടുത്തില്ലേ എന്ന് ചോദിക്കണുണ്ട്. റെന്റ് അടയ്ക്കണ്ടേ, അപ്പൊ ഞാൻ എടുക്കണ്ടേ ആണ് ഞാൻ ചോദിക്കണേ, അത്ര ഉള്ളോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കെയർ ഹോമിൽ വർക്ക് ചെയ്തു, റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്തു. അപ്പം എല്ലാ ജോലിക്കും അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. എന്നാലും എനിക്ക് ഒരു ഇപ്പോൾ പറഞ്ഞ കെയർ ഹോം ഒരു പേടി സ്വപ്നം പോലെയാണ്. അതേപോലെ ചെയ്ത ജോലികളിൽ ഇനി കൊന്നാൽ എനിക്ക് ആ ജോലി വേണ്ടാന്ന് തോന്നിയത് ഏത് ജോബായിരിക്കും? ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് എനിക്ക് പറയാനുള്ളത്, എനിക്ക് കെയർ ഹോം ഇഷ്ടമല്ല, പറ്റില്ല. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല, എനിക്ക് പറ്റില്ല. എനിക്ക് അത്രയും എന്നെ കൊണ്ട് അങ്ങനത്തെ ഒരു സർവീസ് കൊടുക്കണമെന്ന് പ്രശ്നമോ അല്ലെങ്കിൽ എനിക്കൊരാൾ നോക്കണോണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. നോക്കാനും എല്ലാത്തിനും എനിക്കറിയാം. ഇപ്പം നമ്മുടെ പാരൻസ് വയസ്സായി കഴിഞ്ഞാലും നമ്മൾ നോക്കേണ്ടി വരും. അതുപോലെ ഞാൻ കരുതി കയറിയത്. പക്ഷെ അതേ ഇത് നമുക്ക് തിരിച്ച് കിട്ടണ്ടേ, അതിൻ്റെ ഒരു വിഷമം ഉണ്ടെന്നുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ആ ജോബിന് ചെയ്യാൻ പറ്റില്ല.
എൻ്റെ മനസ്സിലത് വന്നുപോയി. ഞാൻ എന്നിട്ട് ഞാൻ വിസക്ക് കൊടുത്തല്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതിലെനിക്ക് പറയാനുള്ള വേറെ ഒന്നുമില്ല. വിസക്ക് കൊടുത്തത് അപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലെ അവസ്ഥയാണ് ആലോചിച്ചത്. എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണമല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അന്ന് വിസ എടുക്കാം എന്നുള്ള മൈൻഡില്ല. പിന്നെ റിജക്ഷൻ അടിച്ചപ്പോ സത്യത്തിൽ ഞാൻ വിചാരിച്ചത് കർത്താവ് തമ്പുരാനായിട്ട് റിജക്ഷൻ തന്നു. ആദ്യം ഒരു വിഷമം ഉണ്ടായെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു നന്നായി റിജക്ഷൻ തന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം സ്റ്റിൽ ഞാൻ കയറുമ്പോൾ നിൽക്കണ്ടെന്നേനെ ഒന്നും മിണ്ടാണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കലും ഈ പരിപാടി ഒന്നും ചെയ്യില്ല. എനിക്ക് എൻ്റെ ഡേറ്റോടെ ഞാൻ കയറുമ്പോൾ പോകുന്നു, തിരിച്ചു വരുന്നു, വർക്ക് ചെയ്യുന്നു, കാശുണ്ടാക്കുന്നു, വീട്ടിൽ കൊടുക്കുന്നു, വീട് വലുതാവുന്നു, വലിയ വീട് വെക്കുന്നു. ഓക്കെ അങ്ങനെ ഇരുന്ന് എൻ്റെ ലൈഫ് ആയേനെ. പക്ഷെ കർത്താവ് തമ്പുരാനായിട്ട് റിജക്ഷൻ അടിച്ചു. ഓക്കെ ഞാൻ ലൈക്ക് ആ കേസ് പോലും മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതെന്താ ആക്ച്വലി റിജക്ഷൻ വന്നത്? അപ്പോൾ അതെ ശരിക്കും 20 hours വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഒരു 25 അങ്ങനെ എന്തോ ഒരു ഇത് കൂടുതൽ വന്നുപോയി. അപ്പൊ എന്തോ ഇറങ്ങാനുള്ള ലൈറ്റ് തമ്പ് ചെയ്യാൻ അങ്ങനെ എന്തോ ഒരു പ്രശ്നം വന്നപ്പോ അത് റെക്കോർഡായി. ആ റെക്കോർഡായത് അവർ പിടിച്ചതാ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു, ഇന്റർവ്യൂസ് കൊടുക്കുന്നു, സ്വന്തം ഇൻസ്റ്റഗ്രാമിലേക്ക് ഇങ്ങനെ ഇടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകാൻ സഹായിക്കുന്ന കുറേ ഏജൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറേ അത് വെച്ചിട്ട് വരുമാനം കിട്ടുന്ന കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ എന്തായാലും മേരിനോടൊരു ശകലം ദേഷ്യമൊക്കെ തോന്നുമായിരിക്കും. ഞങ്ങളുടെ കഞ്ഞിൽ പാറ്റിടുവാണോ അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഭീഷണിയോ അല്ലെങ്കിൽ ചീത്തവിളികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഭീഷണിയൊന്നുമില്ല. ലൈക്ക് ഒന്നാമത് ഫസ്റ്റ് തിങ് ഞാൻ എൻ്റെ റിക്വസ്റ്റ് മെസ്സേജ് നോക്കാറില്ല. അതാണ് സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയാലോ. ഞാൻ എൻ്റെ മെസ്സേജ് നോക്കാറില്ല. മെസ്സേജ് വന്നാലും അത്രയും ഇപ്പോൾ കുറേ പേര് ചോദിക്കില്ല ചേച്ചി UK പോണ കാര്യത്തിനെ പറ്റി ചോദിക്കണം അങ്ങനത്തെ ഒരു മെസ്സേജ് ഞാൻ കാണുകയാണ്. ഞാൻ നോക്കും ഫസ്റ്റ് എന്തിട്ടാ വന്നേക്കണേ. എന്നിട്ട് അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കും. നമ്മളെന്താണ് എന്ന് ചോദിക്കും. അല്ലാതെ ഞാൻ വേറെ കാര്യത്തിൽ വെറുതെ കുറേ ആൾക്കാർ അയക്കാറുണ്ട്, അതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. പിന്നെ ഇങ്ങനത്തെ മെസ്സേജുകൾ വരാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ട് എന്താണെന്ന് നോക്കും. എന്നിട്ട് അവരൊരു ഭീഷണിയാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ ഭീഷണിയായിട്ട്. അല്ലാതെ ഞാൻ പറയട്ടെ, എനിക്ക് ആരെയും ഒരു ഇതിൽ കുഴിച്ചടിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ഒരാളല്ല. എനിക്കതിന് താല്പര്യമില്ല. എനിക്ക് പറയണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ പറയട്ടെ, ഈ ഒരു വീഡിയോ ഇന്നലത്തെ ആ വീഡിയോ ഇറങ്ങിയിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ഞങ്ങൾ നിന്നെ പോലെ തിരിച്ചു വന്നാണ്, നീ എങ്കിലും ഇത് പറയാൻ കാണിച്ചല്ലോ ആ മനസ്സ്, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റണില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും. സത്യം പറഞ്ഞാൽ ഇപ്പം എന്നെ കുറിച്ച് ആൾക്കാരെന്ത് വിചാരിക്കും ഒരിക്കലും പാടില്ല. എന്നെ കുറിച്ച് ആൾക്കാർ എന്തൊക്കെ വിചാരിക്കേണ്ടത് ഞാൻ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാരെയും സന്തോഷിപ്പിച്ച് ജീവിച്ചാലും നടക്കുന്നു, ലൈഫ് സുഖമായിട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ ഇവരെല്ലാരും ഇന്നലെ ഒരു ചേട്ടനൊക്കെ എന്തോരം മെസ്സേജ് അയച്ചെന്നറിയോ. ഞങ്ങൾ എന്തൊക്കെ കഴിഞ്ഞെന്ന് പറയും, ഞങ്ങൾ 1 വർഷം മുമ്പ് തിരിച്ചു പോകുന്നതാണ്, അത്രയും കഷ്ടപ്പാടായിട്ടാണ് തിരിച്ചു പോകുന്നത്, ഞങ്ങൾക്ക് വീടിന്റെ ലോൺ ഇപ്പോഴും കിടക്കണേ, ഞങ്ങൾ അതിന് മേലെ വേറെ ലോൺ, അങ്ങനെ ഇങ്ങനെ മറ്റും. ഞാനിതൊക്കെ കേട്ടിട്ട് എൻ്റെ പൊന്നി എന്താണിത്, ആകെ പ്രശ്നങ്ങള്, ചുറ്റും പ്രശ്നങ്ങള്. എന്നിട്ട് എന്താ നീ പറയാൻ കാണിച്ച നിന്റെ മനസ്സിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണു എന്നൊക്കെ പറഞ്ഞു. ശരിയേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ നെഗറ്റീവ് ഉണ്ട് കേട്ടോ ചേട്ടാ, അത് നെഗറ്റീവ് പറയണവർ പറയട്ടെ. ഞാനിപ്പോ ലൈക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് നമ്മൾ ചെയ്യാം. അല്ലാതെ ഈ വെറുതെ എനിക്കറിയാമല്ല എന്താണ്. അല്ല അപ്പൊ അങ്ങനെ ഏജൻസീസ് അങ്ങനെ സ്വാഭാവികമായിട്ട് വിളിച്ചിട്ടൊന്നുമില്ല. വിളിച്ചാന്ന് വെച്ചാല് എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അങ്ങനെയല്ല, ഇന്നലെ മെസ്സേജ് പുള്ളി ഏജൻസി ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്നോട് എൻ്റെ ഇത് യൂട്യൂബിന്റെ വീഡിയോ അല്ലേ അത് എനിക്ക് തന്നെ അയച്ചത് എന്നോട് അറിയാം, ഈ പറയുന്നതൊക്കെ മോശമല്ല ഇങ്ങനെയൊക്കെ പറയാവോടോന്ന്. പക്ഷെ അവന് മോശമായിട്ട് തോന്നിയോ? അല്ല ഈ കുറെ പാരൻസ് പോവാൻ നിൽക്കണ കുട്ടികളുടെ കുറെ പാരൻസ് നമുക്ക് ഈ വീഡിയോസ് ഇങ്ങോട്ട് അയച്ചാൽ എന്താ ഇതെന്ന് ചോദിച്ചുകൊണ്ട് അപ്പൊ നമ്മൾ എന്ത് ഉത്തരം കൊടുക്കുമെന്ന്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ചിലപ്പോൾ ഏജൻസി അയക്കും. അങ്ങനെ ചിന്തിച്ചെടുത്താണ്. അല്ലാതെ അപ്പോൾ ഏജൻസി ആണല്ലേ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആണോ അങ്ങനെ അയക്കണുണ്ട്. ഞാനൊന്നും പറയില്ല. ഞാൻ തിരിച്ചൊരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തല്ലുപിടിക്കാനോ ഞാൻ പോയില്ല. എന്തിനാ എനിക്ക് തല്ലുപിടിക്കാൻ പോകണ്ടാവും. ഞാൻ ആണോ പ്രശ്നം ഉണ്ടാവും. ചേട്ടൻ പറഞ്ഞ് എന്താണ് അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ്, വരാൻ ആഗ്രഹമുള്ള പിള്ളേരുണ്ടാവില്ലേ, നമ്മൾ അങ്ങനെ ചെയ്യാവോ എന്നൊക്കെ. എന്താ ശരിയായിട്ട് ഓക്കെ
ഞാൻ ഓക്കെ പറഞ്ഞ് വിട്ട്. പിന്നെ കുറെ പക്ഷെ വേറെ സൈഡിൽ നിന്ന് ഈ ഏജൻസിക്കാർ എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഇന്നെ വിളിക്കണേന്ന് കൊളാബ് ചെയ്യാന്ന്. ആര് ഏജൻസിക്കാരോ? കുറെ പേര് എന്നോട് പറയാം അപ്പൊ കൊളാബ് ചെയ്യാം, നമ്മൾ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും. കമന്റിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഏജൻസിനെ കോൺടാക്ട് ചെയ്താൽ മതി. കുറെ പേര് എന്നോട് കുറെ ഏജൻസിയുടെ പേര് പറഞ്ഞിട്ട് ഈ ഏജൻസി കൊള്ളൂലെന്ന് പറഞ്ഞേക്കട്ടോ, ഈ ഏജൻസി കൊള്ളൂലെന്ന്. ഞാൻ പറയാം ഞാൻ ഒരു ഏജൻസിയും കൊള്ളൂലെന്നും പറയില്ല നല്ലാണെന്നും പറയില്ല, ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല. എനിക്ക് വേണമെങ്കിൽ എനിക്ക് പിള്ളേരെ കൊണ്ടുപോകാൻ അറിയാം, ഞാൻ പറഞ്ഞ പിള്ളേര് വരും. പക്ഷെ എനിക്ക് വയ്യ, എനിക്കിങ്ങനെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തി പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ നമ്മള്, ഒന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏജൻസിയിൽ നിന്ന് പോയിക്കോ, വിശ്വാസമുള്ള ഏജൻസിയിൽ നിന്ന് പോയിക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ വിശ്വസിക്കാന്ന് വെച്ചാൽ എനിക്ക് ആരെ പറ്റിയും അറിയില്ല. എനിക്ക് ഇപ്പൊ ഞാനൊരു ഏജൻസി വഴിയാ പോയത്. അപ്പൊ പക്ഷെ അവര് പറഞ്ഞാല് പകുതി കാര്യങ്ങളുണ്ടായിരുന്നില്ല. ഞാൻ അവരുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് അവരുടെ കച്ചവടം മുടക്കണമൊന്നുമില്ല, അവർ ചെയ്തോട്ടെ, അവരെന്തെങ്കിലും ചെയ്തോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏജൻസി പോയിക്കും. ഒരു ഏജൻസി പ്രൊമോട്ട് ചെയ്യാനും ഞാൻ റെഡിയല്ല. അവരെൻ്റെ അടുത്ത് ഭീഷണിയായിട്ട് വന്നിട്ടും കാര്യമില്ല. ഇപ്പോൾ UK നിൽക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു, വരണ്ടായിരുന്നു എന്നൊക്കെ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. എപ്പോഴായിരുന്നു ഈ ഇഷ്യൂസ് ഒക്കെ നടക്കുമ്പോൾ? ഒന്നാമത് റിജക്ഷൻ വന്നപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചു വരണ്ടായിരുന്നു, എനിക്കിതൊന്നും താങ്ങാൻ പറ്റൂലെന്ന്. എനിക്ക് സത്യമായിട്ട് താങ്ങാൻ പറ്റൂല കാര്യമൊന്നുമല്ല. ഭയങ്കര നമ്മ ഒന്നാമത് ഒറ്റക്കാണ്, വിഷമം പറയാനൊന്നും ആരുമില്ല. എന്തോരെന്ന് വെച്ചാൽ ഒരാളെ വിളിച്ചിട്ട് വിഷമം പറയാം, പിന്നെ വീട്ടിലോട്ട് എങ്ങനെ വിളിച്ച് എപ്പോഴും ഇന്ന് കരയാ. അപ്പൊ നമ്മളിങ്ങനെ ഒറ്റക്കിരുന്ന് അപ്പോഴാണെങ്കിൽ മനസ്സിലായി ഈ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞുള്ള സാധനം ഉള്ളതാന്ന്. ശരിക്കുണ്ടെന്നൊക്കെ അപ്പോഴും ഞാൻ എത്ര നാൾ അങ്ങനെയൊന്നും ഇല്ല, ചില്ലായിട്ട് വന്നാൽ പോരെ ഇതായിരുന്നു. പക്ഷെ അപ്പക്ക് മനസ്സിലായിട്ടോ, അതൊക്കെ ഉണ്ട്, ഒറ്റക്കിരിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാവുള്ളൂ നമുക്ക്. നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയെ കൂടി പോകുമ്പോ നമ്മൾ അല്ല വീട്ടിലിരിക്കാൻ എന്തായിരുന്നു, എന്തൊക്കെ ജോലി ചെയ്ത് ഞാൻ എന്തെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്തെങ്കിൽ കിട്ടിയത്. കാരണം ഞാനിവിടെ ആമസോണിൽ വർക്ക് ചെയ്തേർന്നാണ്, അതൊക്കെ നിർത്തിപ്പോയതാണ്. വേണ്ടത് ഇതൊന്നും വേണ്ട, എനിക്ക് ലൈഫ് വേറെ ഇതൊക്കെ വലുതാണ് എന്റെ ലൈഫ് എന്ന് വിചാരിച്ച് ഞാൻ പോയതാണ്. അപ്പൊ ലൈക്ക് അങ്ങനെ കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഫൈനാൻസ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ്. ഞാൻ അത്ര നല്ലൊരു ജോബ് ചെയ്ത് പറയാൻ എനിക്ക് പറ്റുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ ഞാൻ സത്യത്തിൽ ഹാപ്പിയാണ്, എനിക്ക് വിഷമമൊന്നുമില്ല. ആ സമയത്ത് ഉണ്ടായിരുന്ന വിഷമം. അപ്പൊ ആ പോയിന്റ് ഞാൻ വിചാരിച്ചു മതി എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി. പിന്നെ റിജക്ഷൻ അടിച്ചപ്പോ പറ്റിയത് ഇനി വീട്ടിലും പോകാൻ പറ്റൂല. ആ സോളിസിറ്റർ എന്നോട് പറയാ ഇങ്ങനെയൊക്കെ കുറെ കേസ് നമുക്ക് വരാറുണ്ട്, ഒരു പുള്ളിയുണ്ട് 8 കൊല്ലമായിട്ട് നാട്ടിൽപ്പെട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം കേസ് നടത്തും, എന്നിട്ട് പിന്നെ റിജക്ഷൻ തന്നെ വന്നെയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോകും. എനിക്ക് റിജക്ഷൻ മാറണ്ട. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു എനിക്കിനി റിജക്ഷൻ മാറിയിട്ട് ചിലപ്പോ വീട്ടിലുണ്ട് വരാൻ പറ്റുന്ന വരില്ല, ഞാൻ വീട്ടിൽ വരണേണ്, എനിക്ക് മമ്മിനെ അടിയും കണ്ടപ്പോ ഞാൻ പോണേ. അപ്പൊ അവര് പറഞ്ഞു ഒരു മണി നീ പോന്നോ. അങ്ങനെ കുറെ കാശ് ചെലവാക്കി, മറ്റുള്ളവരുടെ പൈസ ചെലവാക്കി നമുക്ക് എന്തോരം കാലം ജീവിക്കാൻ പറ്റും? അതൊന്നും പറ്റുന്നില്ല, തിരിച്ചു പോന്നോളാം പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു പോയിന്റിലൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും തോന്നുന്നു ഇടയ്ക്ക് വരണമെന്ന്. പിന്നെ കുറെ കാര്യങ്ങൾ പഠിക്കും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ. എന്തൊക്കെ പഠിച്ചു ഇത്രയും സിറ്റുവേഷൻസിൽ ഈ ഒരു ഏജില്? ഈ ഏജിലാ കുറെ ആൾക്കാരെ വിശ്വസിക്കരുത്. മനുഷ്യന്മാരെ വിശ്വസിക്കാൻ ഭയങ്കര പാടാ. നമ്മൾ കാണുന്ന പോലെ അല്ല, നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല നാളെ അവര്. എവിടെ വെച്ച് വേണമെങ്കിലും നമ്മുടെ പുറകെ ചവിട്ടാം. ഇപ്പൊ എന്നെ വിളിച്ചവരാണെങ്കിലും എന്നോട് പറഞ്ഞവരാണെങ്കിലും എല്ലാരും പറയുന്നത് അവര് കാരണമാണ്, ഇവര് കാരണം, മറ്റൊരു കാരണമാണ്. ഞാൻ പറഞ്ഞു ആരെങ്കിലും കാരണമായിരിക്കുമല്ല. എന്താ പറയാ, ഞാൻ പറഞ്ഞു ആരെയും വിശ്വസിച്ചോ ആരെയും കണ്ടോ ഒരു സ്ഥലത്തോട്ട് പോരുത്. അതെങ്ങോട്ടാണെങ്കിലും, അതിപ്പോ നാട്ടിൽ നിൽക്കണേണെങ്കിലും ആരെയും കണ്ട് ജീവിക്കരുത്. നമുക്ക് എന്ത് തോന്നുന്നു അതെടുക്കുക. അല്ലാതെ എന്താണ് അവൻ ഉണ്ടല്ലോ ഞാൻ രക്ഷപ്പെടും ആ മൈൻഡിൽ പോരുതായിരുന്നു. എങ്ങോട്ടാണെങ്കിലും പോരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കണമെങ്കിലും അങ്ങനെ ചെയ്തത്. ആൾക്കാർ സെൽഫിഷാണ് ഒരു പോയിന്റ് എത്തുമ്പോൾ. പിന്നെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ എല്ലാവർക്കും ആകെ ഒരു ചിന്തയുള്ളൂ പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം. കാരണം നമ്മൾ ലോൺ വെച്ച് വന്നേക്കണേ. പിന്നെ അങ്ങനെ ചിന്തയില്ലാത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണൊന്നുമില്ല, ഫുൾ ഹാപ്പി ആയിട്ട് വന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പൊ ചില ലോൺ എടുത്ത ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പൊ അതായിരിക്കും അടുത്ത പ്രശ്നം വന്നത്, ലോൺ എടുത്ത ആൾക്കാർ രക്ഷപ്പെട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ലോൺ എടുത്ത ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, തിരിച്ചടയ്ക്കാൻ പറ്റിയ ആൾക്കാരുണ്ട്, നല്ല ജോലി കിട്ടിയ ആൾക്കാരുണ്ട്. അങ്ങനെയും എനിക്കറിയണ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ PR കിട്ടിയേക്കണ ആൾക്കാരുണ്ട്.
അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ജീവിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഞാൻ ആ കാറ്റഗറിക്ക് വേണ്ടിയാണ് സംസാരിക്കണേ, അല്ലാതെ രക്ഷപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി എനിക്ക് സംസാരിക്കാൻ ഞാൻ ആ പോയിന്റിലല്ലല്ലോ നിൽക്കുന്നത്. ഞാൻ എൻ്റെ അവസ്ഥയെ കൂടി പോയ എൻ്റെ പുറകെ നിൽക്കണ ഇപ്പൊ കുറെ ആൾക്കാരുണ്ട്. ഞാനിപ്പോ എൻ്റെ ഫോണിൽ നോക്കിയാൽ കാണാം കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞങ്ങൾ ഈ അവസ്ഥ ഞങ്ങളുടെ അവസ്ഥയാണ് നീ പറയുന്നത് പറഞ്ഞോണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ രക്ഷപ്പെട്ട ആൾക്കാരില്ല. എന്താണ് ബിസിനസ് ചെയ്യാൻ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടും ഞാൻ അവിടെ ബിസിനസിന്റെ രജിസ്റ്റർ ചെയ്തില്ലേ, ബിസിനസ് തുടങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തുടങ്ങാൻ തോന്നിയിട്ടാണ് തുടങ്ങി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? പിന്നെന്താണ്, അതിന് ഇപ്പൊ അവിടെ ബിസിനസ് തുടങ്ങിയിട്ടിട്ട് കാര്യമില്ല, അതിന് ടാക്സ് അടക്കേണ്ടി വരും. അതെനിക്കറിയാം, ടാക്സ് അടക്കേണ്ടി വരും. എനിക്കതിനൊക്കെ ആൾക്കാരുണ്ട് അവിടെ. ആ കാര്യങ്ങൾ അവിടെ നോക്കാൻ എനിക്ക് അവിടെ ആൾക്കാരുണ്ട്. എന്താണ് ഇപ്പൊ ബിസിനസിന്റെ അവിടെ അക്കൗണ്ട്സ് ചെയ്യണം, ടാക്സ് അടക്കേണ്ടി വരും എന്നൊക്കെ എനിക്കറിയാം. അല്ലാണ്ട് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങൂലല്ലോ. തുടങ്ങണേ മുമ്പ് നമ്മൾ അറിയില്ല ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് അറിയണ ആൾക്കാർ എനിക്കുണ്ട്. അവര് അത് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ബിസിനസ് റൺ ചെയ്ത് തുടങ്ങിയിട്ടില്ല, അക്കൗണ്ട്സ് ഒന്നുമില്ല, അപ്പൊ തന്നെ ഞാൻ പോകുന്നു. അപ്പൊ ഇനി തിരിച്ച് യുകെയിലോട്ട് ചെല്ലേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടല്ലേ, പോണോ പോവണ്ടേ എന്നൊക്കെ ചിന്തിക്കണേ. ഞാനിപ്പോഴും ആരോടും പറയണില്ല വരരുത് എന്ന് പറയണില്ല. എല്ലാവരും വരണം, കണ്ടറിയണം, എക്സ്പീരിയൻസ് ചെയ്യണം. എന്താണ് രക്ഷപ്പെടാനുള്ളവർ രക്ഷപ്പെടും, അല്ലാത്തവർ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും, എന്നാലും ഏതെങ്കിലും പോയിന്റിൽ രക്ഷപ്പെടും. ഓപ്പാ.